കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം. ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതിന്റെ ആശങ്കകൾക്കിടയിൽ സമാധാന ചർച്ചയ്ക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി തെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി ഇന്ന് ചർച്ച നടക്കും. അമേരിക്കയുടെ പുതിയ സന്ദേശവുമായാണ് പാക് മന്ത്രി ഇറാനിലെത്തിയത്. തുടർച്ചയായ ആക്രമണങ്ങൾ ശക്തമായ പ്രതിഷേധം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കെ US സമാധാന ചർച്ചകളുടെ ഭാവിയും പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ നീക്കം മേഖലയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ലബനാനിലും ഗസയിലും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. MC നാസർ ചേരുന്നുണ്ട് സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി. നാസർ, എപ്പോഴുമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു വശത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ആക്രമണം ശക്തമാകുന്നു. കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് വെളുപ്പിനാണ് നേരത്തെയൊക്കെ സംഭവിച്ച അതേ സമാനമായ മാതൃകയിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഇന്ന് രാവിലെയും രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംഭവിച്ചതുപോലെ അമേരിക്കൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കടന്നാക്രമണമാണ് ഇറാന് നേരെ ആദ്യം ഉണ്ടായിരിക്കുന്നത്. കിഷം ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. ആ ആക്രമണത്തിൽ വിവിധ റഡാർ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും തകർത്തതായിട്ട് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. ഇതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് തങ്ങൾ ഗൾഫ് മേഖലയിലെ 2 സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതെന്നാണ് IRGCയുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണം അല്ലെങ്കിൽ മിസൈലുകൾ വന്ന് പതിച്ചത് കുവൈത്തിലേക്ക് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളറിയാം വലിയ തോതിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു കുവൈത്ത് വിമാനത്താവളത്തിന് നേർക്ക് ഉണ്ടായത്. ഒരാൾ കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ്. അതിന് പുറമെ 63 പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം കെട്ടടങ്ങും മുമ്പ് തന്നെയാണ് വീണ്ടും കുവൈത്തിലേക്ക് 7ഓളം മിസൈലുകൾ, വലിയ തോതിലുള്ള മിസൈലുകൾ വന്ന് ആക്രമണം നടത്തിയതെന്ന ഒരു റിപ്പോർട്ടാണ് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം നൽകുന്നത്. പക്ഷേ ഈ മിസൈലുകളൊക്കെയും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ബഹ്റൈന് നേർക്കും രാവിലെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ആക്രമണം വന്നിരുന്നു. വലിയ ഭയാശങ്കകളാണ് ഈ 2 രാജ്യങ്ങളിലും അതോടൊപ്പം മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തുടർച്ചയായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നിരന്തരം അത് ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അമേരിക്കൻ സൈന്യം ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അതിന് തിരിച്ചടി എന്ന നിലയ്ക്ക് ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ചർച്ച വഴിമുട്ടി എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അതിൽ വലിയ പുരോഗതി ഒന്നും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ന് ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ചർച്ചകൾ കൃത്യമായിട്ടുള്ള ദിശയിൽ പോകുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂട്ടുന്നില്ല. വളരെ സാവകാശത്തിൽ ഒരു തീർപ്പുണ്ടായാൽ മതി. കാരണം മറ്റ് പല വിഷയങ്ങളും ഏറ്റവും നിർണായകമായിട്ടുള്ള ആണവ പദ്ധതി ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ ഈ കരാറിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി അല്പം മുമ്പാണ് ഇപ്പോൾ തെഹ്റാനിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സ്വീകരിച്ചു. ഇന്ന് രാത്രി തന്നെ മിക്കവാറും ഒരു കൂടിക്കാഴ്ച ഈ 2 മന്ത്രിമാർ തമ്മിൽ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് തെഹ്റാനിൽ നിന്ന് വരുന്നത്. അമേരിക്കയുടെ ഒരു പുതിയ സന്ദേശവുമായിട്ടാണ് പാക് ആഭ്യന്തരമന്ത്രി തെഹ്റാനിൽ എത്തിയതെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നേരത്തെ നൽകിയിരിക്കുന്ന ഭേദഗതി നിർദ്ദേശത്തിന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം അമേരിക്കയ്ക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതിന് കുറെ കൂടി പെട്ടെന്ന് തന്നെ അക്കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നൊരു അഭ്യർത്ഥന കൂടി ഒരുപക്ഷേ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇറാൻ നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല മുജ്തബ ഖാംനയുമായിട്ടും പാക് ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ ഇടപെടലിലൂടെ ഇറാനിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തേടുക, ആ പ്രതികരണം അമേരിക്കയ്ക്ക് കൈമാറുക. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിർണായക യോഗം വിളിച്ചു ചേർത്തിട്ടായിരിക്കും ഇറാന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്ന ഒരു തീർപ്പിലേക്ക് എത്തുക എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നത്. അപ്പോൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുന്നു, ഇറാൻ പ്രത്യാക്രമണം എന്നോണം അത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നത്. കൂടുതൽ സംഘർഷം കലുഷിതമാകുന്നത് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ്, അവരെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ചർച്ച സുഗമമായി പോകുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം അത് എത്രത്തോളം ഉണ്ട്? ഇന്ന് അറാഗ്ചിയുമായുള്ള കൂടിക്കാഴ്ച അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്?
ചീന ഇതിപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്നിപ്പോൾ ഖത്തറും സൗദി അറേബ്യയുമാണ് വളരെ സജീവമായി തന്നെ ഈ മധ്യസ്ഥ നീക്കങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത്. നിരന്തരം ആശയവിനിമയം ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനുമായി നടത്തുന്നുണ്ട്. മറ്റു രാജ്യങ്ങളുടെയും ഒരു വിശ്വാസത്തിലെടുത്തുവെങ്കിൽ പോലും നിരന്തരമായി തങ്ങളുടെ പരമാധികാരങ്ങൾ ലംഘിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിൽ കുവൈത്ത് ആകട്ടെ, UAE ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. അവർ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇക്കാര്യം തങ്ങളുടെ പ്രതിഷേധം രേഖാമൂലം തന്നെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഒറ്റക്കെട്ടായുള്ള ഒരു തീരുമാനം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടണമെന്ന ഒരു അഭിപ്രായമാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കോ ഇപ്പോൾ തങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരുമിച്ച് തിരിച്ചടി നൽകുക എന്നതൊക്കെയും അത് തൽക്കാലം വേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ഖത്തറും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. കാരണം നയതന്ത്ര പ്രശ്നപരിഹാരം തന്നെയാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അതിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. അതല്ലാത്ത നീക്കങ്ങൾ കൂടുതൽ വലിയ വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ആശങ്ക ഈ രാജ്യങ്ങളൊക്കെയും പങ്കുവെക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ വളരെ കരുതലോടുകൂടി മാത്രം പ്രതികരിക്കുക എന്നൊരു തീർപ്പിലെത്തിയിരിക്കുന്നത്. പക്ഷേ അമേരിക്കയോട് ഈ രാജ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് തങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുക. ഒരു തീർപ്പിലേക്കും കരാറിലേക്കും എത്തുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി അതിൽ പങ്കാളിത്തം വേണം എന്ന ഒരു നിർദ്ദേശം GCC രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ തീർക്കേണ്ട ഒരു പ്രശ്നം മാത്രമല്ല ഇത് മേഖലയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഘടകം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്ക ഇതേ സമാന സ്വഭാവത്തിൽ ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ മേഖലയുടെ അടിത്തറ തന്നെ തകർക്കുമാറുള്ളൊരു വ്യാപക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവും. അതിന് തങ്ങൾ മാത്രമായിരിക്കില്ല ഉത്തരവാദികൾ എന്ന ഒരു മുന്നറിയിപ്പാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ലെബനാനിലും ഗസയിലും യുദ്ധവിരാമം വേണം എന്നത് ഇറാന്റെ നേരത്തെയുള്ള ഒരു ആവശ്യമാണ്. കാരണം ഒരു സമഗ്രമായിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഏറ്റവും അനിവാര്യമെന്ന് ഈ രാജ്യം ഇറാൻ നേരത്തെ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം എന്ന നിലയ്ക്കായിരുന്നു അമേരിക്ക ഇടപെട്ടുകൊണ്ട് ലെബനാനിൽ ഒരു വെടിനിർത്തലിനുള്ള ഒരു തീർപ്പിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ വെടിനിർത്തൽ ഒട്ടും പ്രായോഗികമായിട്ടില്ല. നിരന്തരമായിട്ടുള്ള കടന്നുകയറ്റവും ആക്രമണവും കുരുതിയും ലെബനാനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗസയിലേക്കും ആ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വ്യാപ്തിയുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിരവധി പേരാണ് ഇന്നും ഇന്നലെയുമായി ഗസയിലും അതോടൊപ്പം തന്നെ ലെബനാനിലും കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായത്. അതുകൊണ്ട് തന്നെ ലെബനാനിലെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താനുള്ള വലിയ സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ. ജിന MC, ഒപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും അവിടെയും തുടരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ഡ്രോണുകൾ അയച്ചിരുന്നു. അതേ തുടർന്ന് ആ പടക്കപ്പലുകൾ ഈ ഒമാൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പിൻവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തങ്ങൾക്കെതിരെ നടക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ സേനയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ 125-ലധികം കപ്പലുകളെ തങ്ങൾ ഇടപെട്ടുകൊണ്ട് വഴിതിരിച്ചു വിട്ടതായും അതിൽ 5 കപ്പലുകളെ മിസൈലുകൾ അയച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം തന്നെ നിലപ്പിച്ചതായുള്ള ഒരു വിശദീകരണം കൂടി US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോർമസിലൂടെ ഏതെങ്കിലും അർത്ഥം മുമ്പൊക്കെ ഈ പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും ഇറാൻ ഇടപെട്ടുകൊണ്ട് അവരുടേതായിട്ടുള്ള മാർഗനിർദ്ദേശപ്രകാരം കപ്പലുകൾക്കെതിരെ കപ്പലുകൾക്കെങ്കിലും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള അനുമതി നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കപ്പലുകൾ പൂർണ്ണമായി തന്നെ യാത്ര മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശരി MC, ഏതായാലും വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ആക്രമണം തുടരുകയാണ്. ഇറാന് നേരെ ആക്രമണം ശക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം തന്നെ ഒരു വശത്ത് ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അബ്ബാസ് അറാഖ്ചിയുമായി പാക് ആഭ്യന്തരമന്ത്രിയുടെ നിർണായകമായ ചർച്ച ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് എതിരെയുള്ള ആക്രമണം അതിങ്ങനെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ചർച്ച വളരെ പെട്ടെന്ന് പൂർത്തിയാകണം, സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്നുള്ള ഒരു സമ്മർദ്ദം അത് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുമുണ്ട്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. മിസൈൽ ഡ്രോൺ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ ശനിയാഴ്ച പുലർച്ചെ കുവൈത്തിൽ 3 അവശിഷ്ടങ്ങൾ വീണതായി കുവൈത്ത് ഫയർഫോഴ്സ് അറിയിച്ചു. അവശിഷ്ടങ്ങൾ വീണ് 2 തീപിടുത്തമുണ്ടായി. ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം
നടത്തി പ്രദേശം സുരക്ഷിതമാക്കിയതായി ഫയർഫോഴ്സ് വക്താവ് ബ്രിഗേഡിയർ മുഹമ്മദ് ബദർ അറിയിച്ചു. അവശിഷ്ടങ്ങൾ കണ്ടാൽ സമീപിക്കുകയോ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് പൌരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. ഇത്തരം സംഭവങ്ങൾ അടിയന്തര ഹോട്ട്ലൈൻ 112 വഴി ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും ഫയർഫോഴ്സ് ഓർമ്മിപ്പിച്ചു. കുവൈത്തിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് തൊടുത്ത 7 ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വീണ് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ ക്രിമിനൽ ആക്രമണമെന്ന് വിശേഷിപ്പിച്ച മന്ത്രാലയം അടിയന്തര സുരക്ഷാ നടപടികൾ ഉടൻ നടപ്പാക്കിയതായി വ്യക്തമാക്കി. പൌരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സായുധ സേന ഉയർന്ന ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിന് നേരെയുണ്ടായ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി ശക്തമായി അപലപിച്ചു. ഈ ആക്രമണങ്ങൾ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുവൈത്തിന്റെയും ബഹ്റൈന്റെയും സുരക്ഷ GCC അംഗരാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയുടെ ഭാഗമാണ്. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കാൻ GCC രാജ്യങ്ങൾ ഐക്യത്തോടെ നിലകൊള്ളുമെന്നും ജാസിം അൽ ബുദൈവി വ്യക്തമാക്കി. കുവൈത്തിന് $1.98 ബില്യൺ ഡ്രോൺ പ്രതിരോധ ആയുധങ്ങളും അനുബന്ധ സംവിധാനങ്ങളും വിൽക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകി. കുവൈത്തിന് നേരെ തുടരുന്ന ഇറാൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്. നാറ്റോ ഇതര പ്രധാന കക്ഷിയായ കുവൈത്തിന്റെ സുരക്ഷാശേഷി ഇതിലൂടെ കൂടുതൽ ശക്തിപ്പെടുമെന്ന് US വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ഡ്രോൺ ഭീഷണികളെ നേരിടാനും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനുമുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമാണിതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യുദ്ധം, സൈനിക നീക്കങ്ങൾ, വിഭാഗീയത എന്നിവയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം ഓൺലൈനിൽ പങ്കിടുന്നതിനെതിരെ കുവൈത്ത് സൈബർ ക്രൈം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമലംഘനമാണെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ദേശീയ സുരക്ഷയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഭീഷണിയാകുന്ന പോസ്റ്റുകൾ ഒഴിവാക്കണമെന്നും നിഷ്പക്ഷത പാലിക്കണമെന്നും വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നിരന്തരം നിരീക്ഷിക്കുന്നതായും നിയമലംഘനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സൈബർ ക്രൈം വകുപ്പ് അറിയിച്ചു. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. പൌരന്മാരുടെയും താമസക്കാരുടെയും ജീവനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണ് ഈ ആക്രമണങ്ങളെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക അഖണ്ഡതയുടെയും നഗ്നമായ ലംഘനവും അന്താരാഷ്ട്ര നിയമത്തിന്റെ UN ചാർട്ടറിന്റെയും വ്യക്തമായ ലംഘനവുമാണിതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. മേഖലയിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും കുവൈത്ത് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ സുരക്ഷയും സുപ്രധാന കേന്ദ്രങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. ലബനീസ് സൈന്യത്തിന്റെ പട്രോൾ സംഘത്തിനു നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറുകളുടെയും ലംഘനമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ പരമാധികാരവും സ്ഥിരതയും സംരക്ഷിക്കാൻ ലബനാൻ സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങൾക്കും പിന്തുണ നൽകുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഗർദാലി നബാത്തിഹ് റോഡിൽ പട്രോൾ നടത്തുകയായിരുന്ന സംഘത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ബഹ്റൈനു നേരെ ഇന്ന് വീണ്ടും നടന്ന ഇറാൻ ആക്രമണ ശ്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച ബഹ്റൈൻ വ്യോമ പ്രതിരോധ സേന ഇന്ന് രാവിലെ 4:15 രാജ്യത്തെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ 3 മിസൈലുകളും നിരവധി ഡ്രോണുകളും പ്രതിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. സുരക്ഷാ സേനയുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താതെ ആക്രമണങ്ങൾ തടയാൻ സാധിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും അപകടത്തിലാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനു നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് UAE ബഹ്റൈനു നേരെ നടന്നത് ഭീകരാക്രമണമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ബഹ്റൈന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുണ്ടായ കടന്നാക്രമണമാണിത്. ബഹ്റൈൻ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഗൾഫിലെ ബിസിനസ്സുകാർക്ക് നേട്ടമാകുന്ന നിർണായക നികുതി നിയമമാറ്റവുമായി GCC കൌൺസിൽ. അതിർത്തികളിൽ ഇരട്ട നികുതി ഈടാക്കുന്നത് ഒഴിവാക്കാൻ ഓട്ടോമേറ്റഡ് സംവിധാനം നടപ്പാക്കും. 10,000 റിയാലിലേറെ മൂല്യമുള്ള വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ നികുതി അടച്ച ബില്ലാണെങ്കിൽ വീണ്ടും നികുതി അടയ്ക്കേണ്ടി വരില്ല. ഇന്ത്യ അടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകളുടെ ഇറക്കുമതി സമയത്ത് ലക്ഷ്യസ്ഥാനത്തിന് പകരം അതിർത്തിയിൽ തന്നെ നികുതി ഈടാക്കുകയും ചെയ്യും. പുതിയ ഭേദഗതികൾ ചരക്ക് നീക്കത്തിന് നേട്ടമാകും. വിശദാംശങ്ങളുമായി റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്.
അഫ്താബ്, എന്തെല്ലാമാകും ഇതിന്റെ നേട്ടങ്ങൾ? ഇത് GCCയിലെ ബിസിനസ്സുകാരെ എങ്ങനെ സഹായിക്കും? GCC രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് നികുതി ഈടാക്കുന്നത്. അതായത് സൗദി അറേബ്യയിൽ 15%, മറ്റു ചിലയിടങ്ങളിൽ 10%, ചിലയിടങ്ങളിൽ 5%. ഈ തരത്തിൽ പല രൂപത്തിലാണ് GCC രാജ്യങ്ങളിൽ നികുതി ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വസ്തുവകൾ പർച്ചേസ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചരക്കുനീക്കം നടത്തുന്ന സമയത്ത് പലപ്പോഴും അതിർത്തികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ തർക്കങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് ഒരുപാട് കാലസമയം എടുത്താണ് പരിഹരിക്കാറുള്ളത്. മാത്രമല്ല, പലപ്പോഴും ഒരു രാജ്യത്ത് നികുതി അടച്ച വസ്തുക്കൾക്ക് വീണ്ടും മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇരട്ട നികുതിയായി രണ്ടാമത് നികുതി കൂടി അടക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. 4 രീതിയിലാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമവശങ്ങൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, പല രാജ്യങ്ങളിലും പല നികുതി രീതിയാണെങ്കിലും അടിസ്ഥാന നികുതിയായി നിശ്ചയിച്ചിരിക്കുന്നത് 5%. എന്ന് വെച്ചാൽ 5-ൽ കുറഞ്ഞ, അതായത് നികുതി 5-ൽ കുറഞ്ഞ ശതമാനത്തിൽ ആർക്കും വസ്തുവകൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ UAE-യിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വസ്തുക്കൾ കൊണ്ടുവരികയാണെങ്കിൽ കുറഞ്ഞത് 5% നികുതി അതിന് ഈടാക്കിയ വസ്തുവായിരിക്കണം. ഇതാണ് ഇത് ഒന്നാമത്തെ നിബന്ധനയായി പറയുന്നത്. അതിൽ തന്നെ നികുതി ഇളവുള്ള വസ്തുക്കളുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷയുടെയും ഭക്ഷ്യക്ഷാമത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ചില ഭക്ഷണ വസ്തുക്കൾക്കെല്ലാം തന്നെ നികുതി ഒഴിവാക്കാറുണ്ട്. അത്തരം വസ്തുക്കൾക്ക് ഇത് ബാധകമല്ല. അതേസമയം തന്നെ മറ്റു ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ ഈ അടിസ്ഥാന നികുതി എന്ന് പറയുന്ന 5% നികുതി ബാധകമായിരിക്കും. രണ്ടാമത്തേത്, ഇറക്കുമതി ടാക്സ് സെറ്റിൽ ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമത്തിൽ പറയുന്നത്. പലപ്പോഴും പ്രവാസി ബിസിനസ്സുകാരടക്കം പ്രധാനപ്പെട്ട പ്രയാസം നേരിടുന്ന ഒരു മേഖലയാണിത്. അതായത് ഇപ്പോൾ ബഹ്റൈനിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അതിർത്തിയിൽ വീണ്ടും നികുതി അടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു തവണ ബഹ്റൈനിൽ നികുതി അടച്ച വസ്തുവിൽ വീണ്ടും അതിന്റെ കോംപ്ലിക്കേഷൻ കാരണം സൗദി അതിർത്തിയിൽ വീണ്ടും നികുതി അടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കുവാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഈ ഇരട്ട നികുതി ഒഴിവാക്കുവാൻ വേണ്ടി ഒരു സമ്പ്രദായം പുതുതായി വരികയാണ്. അതായത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ഏത് രാജ്യത്താണോ നികുതി ഈടാക്കിയത്, അതായത് ഇപ്പോൾ ബഹ്റൈനിൽ നികുതി അടച്ച വസ്തുവാണെങ്കിൽ ആ വ്യക്തിക്ക് ഇത് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബഹ്റൈനിൽ ഈടാക്കിയ നികുതി ബഹ്റൈൻ ഭരണകൂടം ഈ ഓട്ടോമാറ്റിക് സംവിധാനം വഴി സൗദി അറേബ്യക്ക് നികുതിയായി കൈമാറും. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ആദ്യം അടച്ച നികുതി വെച്ചുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലേക്ക് ചരക്കുകളെല്ലാം തന്നെ കൊണ്ടുവരാം. മൂന്നാമത്തെ ഒരു കേസ് സിനാരിയോ എന്ന് പറയുന്നത് വ്യക്തികളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വാറ്റ് സംവിധാനമില്ലാത്ത, അതായത് മൂല്യവർദ്ധിത നികുതി സംവിധാനം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ സ്ഥാപനങ്ങളും ഇത് പൂർണ്ണമായും നടപ്പിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തികൾ തമ്മിലുള്ളയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ തമ്മിലുമുള്ള ഈ വാറ്റ് ഇല്ലാത്ത ഇടപാടുകളിൽ 10,000 റിയാലിന് മുകളിലാണ് വസ്തുക്കളുടെ മൂല്യമെങ്കിൽ അതിന് ഏത് രാജ്യത്തേക്കാണോ പ്രവേശിക്കുന്നത് ആ രാജ്യത്ത് നികുതി ഈടാക്കും. അതിനു വേണ്ടിയിട്ട് ആ നികുതി ഈടാക്കുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ബില്ലുകൾ ഹാജരാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ആ സമയത്തുള്ള അവിടെയുള്ള രീതി അനുസരിച്ചുള്ള നികുതി പിന്നീട് നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇനി അതേസമയം തന്നെ കൃത്യമായി നികുതി അടച്ച ബില്ലുള്ള സംവിധാനമാണെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ ഈ നികുതി നേരത്തെ പറഞ്ഞ ഓട്ടോമേറ്റഡ് സംവിധാനം വഴി മറ്റു രാജ്യത്തേക്ക് കൈമാറുകയും നികുതി കൊടുക്കാതെ തന്നെ നേരത്തെ അടച്ച നികുതി മാത്രം വെച്ചുകൊണ്ട് തന്നെ വ്യക്തിക്ക് ഈ നികുതി ഈ സാധനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും കഴിയും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു വസ്തു ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന വസ്തു പലപ്പോഴും ഖത്തറിലേക്ക് നേരിട്ടല്ല ഇറക്കുമതി ചെയ്യുന്നത്. ഒരു പക്ഷേ സൗദി അറേബ്യയിലെ ദമാം തുറമുഖത്തായിരിക്കും ഖത്തറിലേക്ക് കൊണ്ടുപോകാനുള്ള ചരക്കുകൾ നേരത്തെ ഇറക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വസ്തുക്കൾ പിന്നീട് ഖത്തറിലെത്തിയ ശേഷമാണ് നികുതി ഈടാക്കിയിരുന്നത്. ഇനി അങ്ങനെയല്ല. ഏത് തുറമുഖത്താണോ, ഏത് രാജ്യത്തിന് തുറമുഖത്താണോ ആദ്യമായി ചരക്കെത്തുന്നത് അവിടെ തന്നെ നികുതി ഈടാക്കും. ഉദാഹരണത്തിന് ഖത്തറിലേക്ക് ഇന്ത്യയിൽ നിന്നും എത്തുന്ന വസ്തുവാണെങ്കിൽ അത് ദമാമിലാണ് വസ്തുക്കൾ ഇറക്കിയതെങ്കിൽ ദമാമിൽ തന്നെ നികുതി ഈടാക്കും. പിന്നീട് ഈ വസ്തുക്കൾ ഖത്തറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നികുതിയുടെ ഉടമസ്ഥാവകാശം സ്വാഭാവികമായിട്ടും ഖത്തറിന് ലഭിക്കേണ്ടതാണ്. അത് സൗദി അറേബ്യ ഈ ഓട്ടോമേറ്റഡ് സംവിധാനം വഴി അവർക്ക് കൈമാറുകയും ചെയ്യും. ഈ തരത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതിർത്തികളിലുള്ള കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കിക്കൊണ്ട് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി നികുതി പൂർണ്ണമായും അതത് രാജ്യങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിൽ തന്നെ എത്തിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. മാത്രമല്ല, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇരട്ട നികുതി കൂടി ഇതുവഴി ഒഴിവാക്കാൻ കഴിയും. ഏത് ബില്ലുകൾ കൃത്യമായി ഹാജരാക്കിയാൽ മുമ്പേ തന്നെ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ആ നികുതി അതത് രാജ്യങ്ങളിലേക്ക് ഈ അതിർത്തികളിലെ സംവിധാനം വഴി ഇനി കൈമാറുവാൻ സാധിക്കും. ഇതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഖത്തറിൽ എൻട്രി വിസകൾക്കുള്ള ഇളവ് നിർത്തലാക്കിയ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ. വിസകൾക്ക് താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്ന നടപടിയാണ് അവസാനിപ്പിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് 3 മുതലാണ് എൻട്രി വിസകൾക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയിരുന്നത്. ഇളവ് അവസാനിപ്പിച്ചതോടെ നാളെ മുതൽ രാജ്യത്തെ എല്ലാ സന്ദർശക വിസകൾക്കും നേരത്തെയുള്ള നിയമങ്ങൾ ബാധകമായിരിക്കും. വിസ കാലാവധി, പുതുക്കുന്നതിനുള്ള ഫീസുകൾ എന്നിവ പഴയതുപോലെ തുടരും. രാജ്യത്ത് കാലാവധി കഴിഞ്ഞതോ അവസാനിക്കാറായതോ ആയ എല്ലാത്തരം എൻട്രി വിസകൾക്കും നൽകിയിരുന്ന ഇളവുകൾ നിർത്തുന്നതായി മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തുള്ള താമസക്കാരും സന്ദർശകരും വിസ സ്റ്റാറ്റസ് പരിശോധിക്കുകയും പുതുക്കേണ്ടവർ പുതുക്കുകയും ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങളും പിഴകളും ഒഴിവാക്കാൻ എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മീഡിയ 1 ദോഹ. സൗദിയിൽ വിദേശ കമ്പനികൾക്ക് കെട്ടിടങ്ങളും ഭൂമിയും സ്വന്തമാക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. മാതൃരാജ്യത്തെ വാണിജ്യ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നതടക്കമുള്ള മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സൗദി നിക്ഷേപ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഓഫ് അറ്റോർണി വഴി ഒരു വ്യക്തിയെ അംഗീകൃത പ്രതിനിധിയായി നിയമിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി ചട്ടങ്ങൾ പ്രകാരമുള്ള തിരിച്ചറിയൽ രേഖ കൈവശമില്ലെങ്കിൽ വിദേശത്തുള്ള സൗദി ഡിപ്ലോമാറ്റിക് മിഷൻ വഴി ഡിജിറ്റൽ ഐഡന്റിറ്റി നേടണം. സൗദിയിൽ കെട്ടിടവും ഭൂമിയുമടക്കം വിവിധ പ്രോപ്പർട്ടികളുടെ ഉടമസ്ഥാവകാശം നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികൾക്കാണ് മാനദണ്ഡങ്ങൾ ബാധകമാവുക. ഇതിനായി ഇൻവെസ്റ്റർ ഗൈഡിലെ മാനദണ്ഡങ്ങളാണിപ്പോൾ പരിഷ്കരിച്ചത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താതെ രാജ്യത്ത് സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ കമ്പനികളാണ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. ഇത്തരം കമ്പനികൾ മാതൃരാജ്യത്തെ വാണിജ്യ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ തുടങ്ങിയവ സമർപ്പിക്കണം. അംഗീകൃത ട്രാൻസ്ലേഷൻ ഓഫീസ് വിവർത്തനം ചെയ്തതും സൗദി എംബസി അംഗീകരിച്ചതുമാകണം ഇവ. കമ്പനി പ്രതിനിധിയെ നിയമിക്കുന്ന അംഗീകാര രേഖയും അപേക്ഷകർ നൽകേണ്ടതുണ്ട്. ഇതും വിവർത്തനം ചെയ്ത് സൗദി എംബസി അംഗീകരിച്ചതാകണം. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കമ്പനി സർട്ടിഫൈഡ് പവർ ഓഫ് അറ്റോർണി വഴി ഒരു വ്യക്തിയെ അംഗീകൃത പ്രതിനിധിയായി നിയമിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി ചട്ടങ്ങൾ പ്രകാരമുള്ള തിരിച്ചറിയൽ രേഖ കൈവശമില്ലെങ്കിൽ വിദേശത്തുള്ള സൗദി ഡിപ്ലോമാറ്റിക് മിഷൻ വഴി ഡിജിറ്റൽ ഐഡന്റിറ്റി നേടണം. നിക്ഷേപ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കമ്പനിയുടെ ഉടമസ്ഥാവകാശ ഘടനയിലോ മാനേജ്മെന്റിലോ ഒരു മാറ്റവും സംഭവിക്കരുതെന്നും മന്ത്രാലയം വ്യവസ്ഥ ചെയ്യുന്നു. മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഈ സേവനം ഉടനടി ലഭ്യമാകും. വിദേശ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം കൂടുതൽ നിയന്ത്രിക്കുക, പുതിയ നിക്ഷേപ നിയമവുമായി നടപടികൾ യോജിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പരിഷ്കരണങ്ങൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയുടെ പുതിയ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ ആദ്യ 2 വിമാനങ്ങൾ റിയാദിലെത്തി. വാണിജ്യ സർവീസുകൾ ജൂലൈ 1 ആരംഭിക്കാനിരിക്കെയാണ് വിമാനങ്ങൾ എത്തിച്ചത്. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ സർവീസിനൊരുങ്ങുന്ന റിയാദ് എയർ ആകെ 180 വിമാനങ്ങളാണ് വാങ്ങുന്നത്. എയർ ഇന്ത്യയുമായി റിയാദ് എയർ കോഡ് ഷെയർ കരാറിലും എത്തിയിരുന്നു. ജൂലൈ 1 ലണ്ടനിലേക്ക് വാണിജ്യ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് റിയാദ് എയർ. ഇന്ത്യയിലേക്കുൾപ്പെടെ ഈ വർഷം 20 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് റിയാദ് എയർ സർവീസ് ആരംഭിച്ചേക്കും. ഇതിനു മുന്നോടിയായാണ് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയിൽ ബോയിങ്ങിൽ നിന്നുള്ള 787-9 ഡ്രീം ലൈനേഴ്സ് വിമാനങ്ങൾ സൗദിയിൽ എത്തിച്ചത്. ഈ വിഭാഗത്തിൽ മാത്രം 70 വിമാനങ്ങളാണ് റിയാദ് എയർ സ്വന്തമാക്കുക. നിലവിൽ റിയാദ് എയറിന്റെ കൈവശം 3 വിമാനങ്ങളുണ്ട്. അതിൽ 2 എണ്ണം പരീക്ഷണത്തിനും 1 ഒമാനിൽ നിന്ന് വാടകയ്ക്ക് എടുത്തവയുമാണ്. ഇപ്പോൾ എത്തിയ 2 വിമാനങ്ങളാണ് റിയാദ് എയറിന്റെ വാണിജ്യ സർവീസുകൾക്ക് ഉപയോഗിക്കുക. നേരത്തെ ഉദ്ഘാടന പറക്കൽ നടത്തിയിരുന്നെങ്കിലും വാണിജ്യ സർവീസ് ആരംഭിച്ചിരുന്നില്ല. 2030 100 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കായി 180 വിമാനങ്ങൾ റിയാദ് എയർ വാങ്ങും. എത്തിച്ച വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഉടൻ പൂർത്തിയാക്കും. ഇന്ത്യയിലേക്കുൾപ്പെടെ സർവീസ് ലക്ഷ്യമിടുന്ന റിയാദ് എയർ എയർ ഇന്ത്യയുമായി കോഡ് ഷെയറിംഗ് കരാറും ഒപ്പുവെച്ചിരുന്നു. മുംബൈ, ഡൽഹി എന്നിവയെ റിയാദുമായി ബന്ധിപ്പിച്ച് ദീർഘദൂര സർവീസുകളാണ് കോഡ് ഷെയറിംഗിന്റെ ലക്ഷ്യം. പ്രീമിയം സേവനങ്ങളുമായി ഗൾഫിലെയും ലോകത്തിലെയും മുൻനിര എയർലൈനുകളുമായി മത്സരിക്കാനായാണ് റിയാദ് എയർ എത്തുന്നത്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ അഭിമാന നേട്ടവുമായി സൗദി എയർലൈൻസ്. സിറിയം ഏവിയേഷൻ സർവേയുടെ ആഗോള റാങ്കിലാണ് എയർലൈൻസിന് 1ാം സ്ഥാനം. 90% സർവീസിലും കൃത്യസമയം പാലിച്ചു. അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയം കമ്പനിയുടേതാണ് റിപ്പോർട്ട്. 2026 റിപ്പോർട്ടിലാണ് സൗദി എയർലൈൻസ് ഒന്നാമതെത്തിയത്. വിമാനം പുറപ്പെടുന്ന സമയവും എത്തിച്ചേരുന്ന സമയവും പരിഗണിച്ചാണ് റാങ്കിംഗ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൽ 90.12% സമയനിഷ്ഠം പാലിക്കാൻ സൗദിക്ക് സാധിച്ചു. കൃത്യസമയത്ത് പുറപ്പെടുന്നതിൽ 92.30% കൃത്യത പാലിച്ചു. സമയക്രമം പാലിക്കുന്നതിൽ മറ്റ് വിമാന കമ്പനികൾ സൗദിക്ക് പിറകിലാണ്. 4 ഭൂഖണ്ഡങ്ങളിലെ 100-ലധികം വിമാനത്താവളങ്ങളിലേക്കാണ് സൗദി എയർലൈൻസ് സർവീസ് നടത്തിയത്. തുടർച്ചയായ 2 വർഷം 2ാമത്തെ സ്ഥാനമായിരുന്നു. നില മെച്ചപ്പെടുത്തിയാണ് ഇപ്പോൾ 1ാം സ്ഥാനമെന്ന നേട്ടം കരസ്ഥമാക്കിയത്.
ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉംറ, ഹജ്ജ് സീസണുകളിൽ ഉയർന്ന തോതിൽ വിമാന സർവീസുകൾ ഉണ്ടായിരുന്നിട്ടും സൗദി എയർലൈൻസ് വിമാന ഷെഡ്യൂളുകളിൽ ഉയർന്ന തോതിൽ കൃത്യനിഷ്ഠ പാലിച്ചു. മീഡിയ 1 ജിദ്ദ. കുവൈത്ത് ഒമാൻ സംയുക്ത സംരംഭമായ ദുഃഖം റിഫൈനറി 2025 106 ദശലക്ഷം ഒമാനി റിയാൽ ലാഭം നേടിയതായി പ്രഖ്യാപിച്ചു. ഇത് ഏകദേശം 275 ദശലക്ഷം $US തുല്യമാണെന്ന് കമ്പനി അറിയിച്ചു. 2025 സുസ്ഥിരതാ റിപ്പോർട്ടിൽ സാമ്പത്തികവും പ്രവർത്തനപരവുമായ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും കമ്പനി വ്യക്തമാക്കി. കുവൈത്ത് യുവജനകാര്യ സഹമന്ത്രി ഡോക്ടർ താരിഖ് അൽ ജലമയുമായി ഇന്ത്യൻ അംബാസിഡർ പർമിത ത്രിപാഠി കൂടിക്കാഴ്ച നടത്തി. കായിക യുവജന മേഖലകളിലെ ഇന്ത്യ കുവൈത്ത് സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശന വേളയിൽ ഒപ്പുവെച്ച കായിക സഹകരണ കരാർ നടപ്പാക്കുന്നതും യോഗത്തിൽ പരിഗണിച്ചു. പരിശീലന പരിപാടികൾ, കായിക മത്സരങ്ങൾ, യുവജന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വിപുലീകരിക്കാനും ധാരണയായി. UAE നയതന്ത്രജ്ഞരുടെ പുതിയ ബാച്ച് പുറത്തിറങ്ങി. 29 യുവ ഡിപ്ലോമാറ്റുകൾ വിദേശകാര്യമന്ത്രി ഷൈഖ് അബ്ദുള്ളയ്ക്ക് മുന്നിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ നയതന്ത്രജ്ഞരുടെ കഴിവുകൾ രാജ്യത്തിന് ആത്മവിശ്വാസം പകരുന്നതാണെന്ന് ഷൈഖ് അബ്ദുള്ള പറഞ്ഞു. UAE സഹമന്ത്രിമാരായ നൂറ അൽ കബി, ഷൈഖ് ഷക്ബൂത്ത് ബിൻ നഹിയാൻ, ഖലീഫ ബിൻ ഷഹിൻ, ലാന സാക്കി നുസൈബ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗാർഹിക തൊഴിലാളികൾക്കും ഡ്രൈവർ വിസയ്ക്കുമായി കുവൈത്ത് പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. സഹേൽ ആപ്പ് വഴി അപേക്ഷകളും അനുബന്ധ നടപടികളും ഇനി ഇലക്ട്രോണിക് രീതിയിൽ പൂർത്തിയാക്കാമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ഗാർഹിക തൊഴിലാളികളെയും ഡ്രൈവർമാരെയും സ്പോൺസർ ചെയ്യുന്നതിനുള്ള പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങളും മന്ത്രാലയം പ്രഖ്യാപിച്ചു. സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുകയും ഡിജിറ്റൽ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. തലയോട്ടികൾ ഒട്ടിച്ചേർന്ന നിലയിൽ ജനിച്ച സയാമീസ് ഇരട്ടകൾക്ക് അബുദാബിയിൽ പുതുജീവൻ. ഷൈഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ നൈജീരിയൻ സയാമീസ് ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ ചേർന്ന് നടത്തിയ തുടർ ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും 6 മാസം സമയമെടുത്തു. തലയുടെ പിൻഭാഗം ഒട്ടിച്ചേർന്ന് പരസ്പരം കാണാൻ പോലും കഴിയാത്ത വിധമായിരുന്നു ഈ ഇരട്ടകളുടെ ജനനം. 15 മാസം പ്രായമുള്ളപ്പോഴാണ് നൈജീരിയയിൽ നിന്ന് മേഴ്സിയെയും ജെറ്റ്സിയെയും അബുദാബിയിലെത്തിക്കുന്നത്. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിൽ UAE, UK, ബ്രസീൽ, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 60-ലേറെ വിദഗ്ധർ ചേർന്ന് നടത്തിയ തുടരൻ ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് കുഞ്ഞുങ്ങളെ വിജയകരമായി വേർപെടുത്തിയത്. തലയോട്ടിയും തലച്ചോറിൻ്റെ കോശങ്ങളും രക്തക്കുഴലുകളും പരസ്പരം ചേർന്ന് കിടക്കുന്ന വിധത്തിലായിരുന്നു ഈ കുട്ടികൾ. ഓഗ്മെന്റഡ് റിയാലിറ്റി, 3D പ്രിന്റിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ കൂടി സഹായത്തോടെയാണ് ശസ്ത്രക്രിയ ആസൂത്രണം ചെയ്തത്. ജെമിനി അൺട്വിൻഡ്, പ്യുവർ ഹെൽത്ത്, ബുർജിൽ എന്നിവ നൈജീരിയയിൽ നിന്ന് ഈ കുട്ടികളെ അബുദാബിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്താൻ കൈകോർത്തു. 6 മാസത്തിനിടെ നടത്തിയ 4 ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഒന്നിച്ചു ജനിച്ച ഈ കുരുന്നുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും പരസ്പരമൊന്ന് കാണാനും കളിച്ചു ചിരിക്കാനും അവസരമുണ്ടായത്. മീഡിയ 1 അബുദാബി. ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സൗഹൃദ മത്സരത്തിന് ഖത്തർ ഇന്നിറങ്ങുന്നു. എൽ സാൽവദോറിനെതിരെ ലോസ് ആഞ്ചലസിലെ BMO സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ഖത്തർ സമയം രാത്രി 11 മണിക്കാണ് കിക്ക് ഓഫ്. കാലിഫോർണിയയിലെ സാന്താ ബാർബറയിൽ ഒരാഴ്ചയായി തുടരുന്ന തീവ്ര പരിശീലനത്തിന് ശേഷമാണ് ഖത്തർ മധ്യ അമേരിക്കൻ രാഷ്ട്രത്തെ നേരിടുന്നത്. ലോകകപ്പിലെ ആദ്യ 11 സജ്ജമാക്കാൻ കോച്ച് ലോപെറ്റഗിക്ക് ലഭിക്കുന്ന അവസാന അവസരമാണിത്. ജൂൺ 13 സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ലോകകപ്പിൽ ഖത്തറിന്റെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ബോസ്നിയ എന്നിവരാണ് മറ്റെതിരാളികൾ. ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ ഖത്തർ ടീമിലെ മലയാളി താരം തക്സീന്റെ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്ന കേരളക്കരയ്ക്ക് മറ്റൊരു അഭിമാന നിമിഷം കൂടി. ഖത്തർ ടീമിന്റെ അദൃശ്യ സാന്നിധ്യമായി മസ്കത്തിൽ നിന്ന് ഒരു മലയാളി വിദ്യാർത്ഥിയും ഇത്തവണ ലോകകപ്പിന്റെ ഭാഗമാവുകയാണ്. എൻ്റെ കൂടെയുള്ളത് ഷാസിൻ സാക്കിയാണ്, മലയാളി വിദ്യാർത്ഥിയാണ്. ഇവൻ വരച്ച ചിത്രം ഖത്തർ ടീമിൻ്റെ ഫുട്ബോൾ ലോകകപ്പിലെ ഖത്തർ ടീമിൻ്റെ ഔദ്യോഗിക ബസ്സിൽ ഇവൻ വരച്ച ചിത്രമുണ്ട്. അതിൻ്റെ കഥയാണ് ഇനി പറയാനുള്ളത്. അതുമാത്രമല്ല, ഇവൻ ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരം ലൈവായി കാണാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഫിഫയും ഹ്യൂണ്ടായും ചേർന്ന് കുട്ടികൾക്കായി നടത്തിയ അന്താരാഷ്ട്ര ചിത്രരചനാ മത്സരത്തിൽ വിജയിയാണ് ഒമാനിലെ നിസ്വയിൽ നിന്നുള്ള ഷസൈൻ സാക്കി. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിനായാണ് ഷസൈൻ ചിത്രം വരച്ചത്.
ഷസൈൻ വരച്ച ചിത്രം പതിച്ച ബസ്സിലാണ് ലോകകപ്പ് മത്സരങ്ങൾക്കായി ഖത്തർ ടീം സഞ്ചരിക്കുക. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 48 വിജയികളിൽ ഒരാളാണ് ഈ 10 വയസ്സുകാരൻ. വിജയികളുടെ ചിത്രങ്ങൾ പതിച്ച അത്യാധുനിക ബസ്സുകൾ ഇതിനകം തന്നെ കൊറിയയിൽ നിന്നും മത്സരവേദിയായ US എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് കുട്ടികൾ ഒരു ഫ്ലാഗിന് പോലെ അതിലൊരു സ്ലോഗന് ഗോ ഗോ ഖത്തർ കിക്ക് ഫാർ, ഖത്തറിൻ്റെ ട്രഡീഷണൽ ഡ്രംസ് 2 സൈഡിലും വരച്ചിട്ടുണ്ട്, ഒരു വേൾഡ് കപ്പ്, ഖത്തറിൻ്റെ ഫ്ലാഗ് ഒക്കെ വരച്ചു. ഞാൻ ജസ്റ്റ് വരച്ചായിരുന്നു, എനിക്ക് അറിയില്ലെന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതിന് ഞാൻ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്കറിയില്ലെന്ന് കിട്ടുമെന്ന്. അത് ഞാൻ ആദ്യമായിട്ട് കളി കാണാൻ പോകണം. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റേഡിയമിൽ ഇരുന്നിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. പാലക്കാട് ഷൊർണൂർ സ്വദേശിയും ഒമാൻ മസ്കത്ത് ഓവർസീസ് കമ്പനി ഉദ്യോഗസ്ഥനുമായ ഷക്കീലിൻ്റെയും നബീലയുടെയും മകനാണ് ഷസൈൻ. മത്സരത്തിലെ വിജയത്തോടെ ജൂൺ 13 സാൻ ഫ്രാൻസിസ്കോയിൽ നടക്കുന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം നേരിൽ കാണാനുള്ള അവസരവും ഷസൈനിന് ലഭിച്ചിട്ടുണ്ട്. വിമാനയാത്ര, വിസ, താമസം തുടങ്ങി എല്ലാ ചെലവുകളും ഫിഫയാണ് വഹിക്കുന്നത്. ഈ മാസം 11 ഷസൈനും പിതാവ് ഷക്കീലും ഒമാനിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന 48 ടീംസിനെയും ചിയറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ അവരുടെ ഒരു ഫേവററ്റ് ടീമിനെ സെലക്ട് ചെയ്തിട്ട് ആ ടീമിനെ ചിയറപ്പ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ കോമ്പറ്റീഷൻ. അപ്പോൾ അങ്ങനെ എൻ്റെ മോനും പങ്കെടുത്തിരുന്നു. മോൻ സെലക്ട് ചെയ്ത ഫേവററ്റ് ടീം ഖത്തർ ടീമായിരുന്നു. ഖത്തർ ടീമിന് വേണ്ടി മോൻ വരച്ചതിൽ മോനായി വിന്നർ. അപ്പോൾ മോൻ്റെ ഡ്രോയിങ് ആയിരിക്കും ഖത്തർ ടീം ട്രാവൽ ചെയ്യുന്ന ഒഫീഷ്യൽ ബസ്സിൽ സ്റ്റിക്കറായിട്ടുണ്ടായിരുന്നു. മോൻ ഈ നേട്ടം കൈവരിച്ചതിന് വളരെയധികം അഭിമാനം തോന്നുന്നു. പഠനത്തിലും ഫുട്ബോളിലും ഒരുപോലെ മിടുക്കനായ ഷസൈൻ നിസ്വ ഇന്ത്യൻ സ്കൂൾ അണ്ടർ-9 ടീം അംഗം കൂടിയാണ്. ചിത്രരചനാ പരിശീലകനായ സലീം മാണിയത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ് ഷസൈൻ. നന്നായിട്ട് വരയ്ക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു പ്രോത്സാഹനം കൂടി ആയപ്പോൾ അവർ കറക്റ്റായിട്ട് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു. ഏറ്റവും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞൊരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. അധ്യാപകന് എന്താ ഇതിലും വിട്ട് ഒരു സന്തോഷം വരാനില്ലല്ലോ. ലോകകപ്പ് വേദിയിലേക്ക് മലയാളി പെരുമയുടെ ചായക്കൂട്ടുകളുമായി പറക്കുന്ന ഷസൈന് ഒമാനിലെ പ്രവാസി സമൂഹവും ആശംസകൾ നേരുകയാണ്. മീഡിയ 1 മസ്കത്ത്.